ഹായ് ഫ്രണ്ട്സ്, ക്രോഷെ ബിഗിനേഴ്സ് കോഴ്സിൻ്റെ 12ാമത്തെ ലെസണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സ്ലിപ്പ് സ്റ്റിച്ചാണ്. സ്ലിപ്പ് സ്റ്റിച്ചിൻ്റെ ഷോർട്ട് ഫോം SL_ST എന്നാണ്. സ്ലിപ്പ് സ്റ്റിച്ച് ഒരു സ്മോളസ്റ്റ് ഏറ്റവും ചെറിയ സ്റ്റിച്ചാണ് സ്ലിപ്പ് സ്റ്റിച്ച്. അതായത് നമുക്ക് ഹൈറ്റ് ഒന്നും ആഡ് ചെയ്യേണ്ട എങ്കിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ സർക്കിളൊക്കെ ഫോം ചെയ്യാനും സ്ലിപ്പ് സ്റ്റിച്ച് യൂസ് ചെയ്യാം. സ്ലിപ്പ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു 10 ഡബിൾ ക്രോഷേ ഇട്ട് വെച്ചിട്ടുണ്ട്. അതായത് ചെയിൻ ഇട്ടു, അതിനുശേഷം നമ്മൾ ഡബിൾ ക്രോഷേ ഇട്ടു. 10 എണ്ണം ചെയ്തിട്ടുണ്ട്, 10 ഡബിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ റോയിൽ ഞാൻ 10 ഡബിൾ ക്രോഷേ ചെയ്തു. ഇനി നമുക്ക് രണ്ടാമത്തെ റോ ചെയ്യാം. രണ്ടാമത്തെ റോയിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അതിനുവേണ്ടി ആദ്യം ചെയിൻ 2 ഇടുക, എന്നിട്ടൊന്ന് തിരിച്ചു പിടിക്കുക. തിരിച്ചു പിടിച്ചതിന് ശേഷം നമുക്ക് ആദ്യത്തെ സ്റ്റിച്ചിൽ നിന്ന് തന്നെ തുടങ്ങണം. അതായത് ഇത് നമ്മളൊരു ഡബിൾ ക്രോഷേ ആയിട്ട് കൂട്ടുന്നില്ല. ഇവിടെ നമ്മൾ ആദ്യത്തെ സ്റ്റിച്ച് തൊട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റിച്ച്. ആ ആദ്യത്തെ സ്റ്റിച്ചിൽ നിന്ന് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സ്റ്റിച്ചിലാണോ ചെയ്യേണ്ടത് ആ സ്റ്റിച്ചിലേക്ക് നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇങ്ങനെ ഹുക്ക് ഇങ്ങനെ ഇടുക. അതിനുശേഷം ഒന്ന് യാൺ ഓവർ ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പ് ഉണ്ടല്ലോ, ഇങ്ങനെ ഒന്നാമത്തെ ലൂപ്പ്, ഇത് രണ്ടാമത്തെ ലൂപ്പ്, അങ്ങനെ. എന്നിട്ട് ഈ ലൂപ്പ് ഇതിനുള്ളിലേക്ക്, അതായത് താഴത്തെ ഹുക്കിലുള്ള ഈ താഴത്തെ ലൂപ്പിലേക്ക് ഇങ്ങനെ ഇറക്കുക. ഇതിനെയാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അതായത് ആദ്യം നമ്മുടെ ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്തെടുക്കുക. എന്നിട്ട് ആ യാൺ ഓവർ ചെയ്ത ചെയിൻ എന്ന് പറയുന്നത് താഴത്തെ ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. അതിനെയാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക. ആ യാൺ ഓവർ ചെയ്തതിനെ താഴേക്ക് ഇങ്ങനെ വലിച്ചിറക്കുന്നതിനെയാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത് നമുക്ക് ചെയിൻ പോലെ തന്നെയാണ് വരുന്നത്. അതായത് ഈ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റിച്ച് ചെയ്തതായിട്ട് നമുക്ക് തോന്നത്തില്ല, ഹൈറ്റ് കൂടില്ല. നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റിച്ച് ചെയ്യണം, പക്ഷെ നമുക്ക് ഹൈറ്റ് വേണ്ട, ഒന്ന് വൃത്തിയായിട്ട് ഇരുന്നാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ ഇതുണ്ടല്ലേ, ഇങ്ങനെ ചെയ്യുക, ഇങ്ങനെ ഇറക്കുക. അതായത് ഏത് സ്റ്റിച്ചാണോ ചെയ്യേണ്ടത് അതിലേക്ക് ഇങ്ങനെ ഇറക്കുക. എന്നിട്ട് അതൊന്ന് ഇങ്ങനെ കൊടുക്കുക. ഇതാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുക, ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്ലിപ്പ് സ്റ്റിച്ചായി. ഇതിപ്പോൾ നമുക്ക് ഇത് കണ്ടില്ലേ, ഈ സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷേ മാത്രമുള്ളതെന്നല്ലേ നമുക്ക് തോന്നുള്ളൂ, വേറൊരു സ്റ്റിച്ച് ചെയ്തതായിട്ട് നമുക്ക് തോന്നില്ല. അതാണ് നമ്മുടെ ഇത് സ്ലിപ്പ് സ്റ്റിച്ചിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. ഇനിയിപ്പം സ്ലിപ്പ് സ്റ്റിച്ച് വേറെ രീതിയിൽ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു സർക്കിൾ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു റിംഗ് ആയിട്ട് ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് യൂസ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് കാണിക്കാം. നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു റിങ് അല്ലെങ്കിൽ ഒരു സർക്കിൾ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം ഞാനൊരു സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് ഒരു 5 ചെയിൻ ചെയ്യാം. സ്ലിപ്പ് നോട്ട് ഇട്ടു, 5 ചെയിൻ, 1 2 3 4 5 ചെയിൻ ഇട്ടു. ഇനി നമുക്ക് എങ്ങനെയാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നമ്മൾ ഈ 5ാമത്തെ ചെയിൻ ഉണ്ടല്ലോ, 5ാമത്തെ ചെയിൻ ഇട്ടെടുത്ത് വെച്ചിട്ട് ആദ്യം ഇട്ട ചെയിൻ, അതായത് ഈ സ്ലിപ്പ് നോട്ടിൻ്റെ അടുത്ത ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്യണം ഹുക്ക്. ഇങ്ങനെ സ്ലിപ്പ് നോട്ടിൻ്റെ അടുത്തുള്ള ഏറ്റവും, അതായത് ഹുക്കിൽ നിന്നും ലാസ്റ്റ് ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ടൊന്ന് യാൺ ഓവർ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് 2 ലൂപ്പ് ഉണ്ടാവും. എന്നിട്ട് ഈ ആദ്യത്തേത് രണ്ടാമത്തേതിലേക്ക് ഇങ്ങനെ ഇറക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനൊരു സർക്കിൾ കിട്ടും. അതായത് ഇത് ഇങ്ങനെ ഒരു സർക്കിള് കിട്ടും. ഇനി നമുക്ക് ആ സർക്കിളിനുള്ളിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനി ഇത് കുറച്ചുകൂടി വലുതാക്കണമെങ്കിൽ ഇവിടെ വേണമെങ്കിൽ 2 ചെയിൻ ഇടാം. എന്നിട്ട് ഈ സർക്കിളിനുള്ളിൽ, അതായത് ഈ ചെയിനിൻ്റെ അവിടെയല്ല, ഇതാണ് സർക്കിള്, ഇത് അതിനുള്ളിലേക്ക് ഇതിനുള്ളിലേക്ക് ഏത് വേണമെങ്കിലും സിംഗിൾ ക്രോഷേ ആണെങ്കിൽ സിംഗിൾ ക്രോഷേ ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട്, കണ്ടില്ലേ, സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് ഒരു സർക്കിൾ അല്ലെങ്കിൽ റിംഗ് ഒക്കെ ചെയ്യുന്നത് ഇങ്ങനെയാണ്.
നമുക്ക് കൂടുതൽ ഇപ്പോൾ മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് കൂടുതൽ പ്രോജക്റ്റ് ചെയ്യുമ്പോഴത്തേനും അത് ചെയ്യുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ ആദ്യം ഒന്ന് ചെയ്ത് നോക്കുക, ചെയ്ത് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ റിപ്പീറ്റായിട്ട് വീഡിയോ കണ്ടിട്ട് ഒന്നുകൂടി ചെയ്ത് നോക്കുക. കണ്ടോ, ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക്, ഈ സർക്കിളിനുള്ളിലേക്ക് സിംഗിൾ ക്രോഷയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും. കണ്ടില്ലേ, ഇതിങ്ങനെ നമുക്ക് എത്ര സിംഗിൾ ക്രോഷേ ഇപ്പോൾ ആവശ്യമുണ്ടോ അത്രയും ചെയ്യുക. എന്നിട്ട് ചെയ്തതിന് ശേഷം ആദ്യം ചെയ്ത ആ സിംഗിൾ ക്രോഷയിലേക്ക് ഒന്നുകൂടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ എടുക്കുക, താഴേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്കൊരു സർക്കിളായിട്ട് കിട്ടും. അല്ല, ആദ്യമേ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത സർക്കിൾ കിട്ടും. എന്നിട്ട് ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാനൊരു സിംഗിൾ ക്രോഷേ ചെയ്ത് കാണിച്ചത്. അപ്പം അത് നമുക്ക് വരുന്ന പ്രോജക്റ്റ് വഴി ഓരോ പ്രോജക്റ്റുകൾ ചെയ്യുമ്പോഴത്തേനും കൂടുതൽ മനസ്സിലാവും. അപ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടുക, ഞാൻ ഒന്നുകൂടെ വീഡിയോ ചെയ്യാം. അപ്പം നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ബിഗിനേഴ്സ് കോഴ്സിൽ ഇത്രയൊക്കെയാണ് ആവശ്യമുള്ളത്. ഇനിയുള്ളത് നമുക്കൊരു ഇതേപോലെ തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് യൂസ് ചെയ്യാതെ മാജിക് സർക്കിൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇതുപോലെ തന്നെ സർക്കിൾ അല്ലെങ്കിൽ റിങ് ചെയ്യാൻ വേണ്ടി മാജിക് സർക്കിൾ ഉണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് സ്ലിപ്പ് സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്നും സ്ലിപ്പ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.